മധു, ഇത് അണികൾ തിരുത്തണം എന്നുള്ള സന്ദേശമാണോ നൽകുന്നത്? അണികൾ തിരുത്തണമെന്ന സന്ദേശമാണോ പാർട്ടി നൽകുന്നത് എന്നുള്ളതാണ് സംശയം. പക്ഷേ അണികളല്ല സ്വാഭാവികമായും തിരുത്തേണ്ടത്, അണികളെ നയിക്കുന്നവരാണ്. നയിക്കുന്നവർ തിരുത്തിയില്ല എങ്കിൽ സ്വാഭാവികമായും അണികളും തിരുത്തില്ല. നമ്മൾ ഈ ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലെല്ലാം വളരെ അടിസ്ഥാനപരമായി സംഭവിച്ച ചില പിഴവുകളുണ്ട്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് വലിയ കയ്യടി ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഈ തിരുത്ത് പാർട്ടിക്ക് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല? ഇപ്പൊ കേരളയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സമാധാനപരമായോ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തോ അല്ലെങ്കിൽ ജനകീയ പ്രതിഷേധവും പ്രതിരോധവും ഉയരുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറഞ്ഞത് ജനങ്ങളെ തല്ലിച്ചതയ്ക്കാതെയോ തീരുമാനമെടുക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഒരു ജനകീയ സർക്കാരിനില്ലേ? അതല്ലേ ജനാധിപത്യത്തിൽ നടക്കുക? അതിനപ്പുറത്തേക്ക് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വലിച്ചിഴയ്ക്കുന്ന എത്ര കാഴ്ച നമ്മൾ കണ്ടു എന്നതൊരു പ്രശ്നമാണ്. അവിടെ ഒരു തിരുത്തു വേണമെന്ന് നിരന്തരം ആവശ്യങ്ങളുണ്ടായി. അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായി, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായി. ഇത് നിങ്ങൾ തിരുത്തണമേ എന്ന താഴ്മയേറിയ അഭ്യർത്ഥനയൊന്നും ആയിരിക്കില്ല, പകരം കടുത്ത നിശിതമായ വിമർശനം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിമർശനം കേട്ടു തിരുത്തിയാൽ താഴ്ന്നു പോകുമെന്നൊരു ചിന്ത എങ്ങനെയാണ് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യന്മാരെ ചേർത്ത് നിർത്തിയ ഒരു പാർട്ടിക്കുണ്ടായത് എന്നുള്ളത് എനിക്കെല്ലാ കാലത്തെയും അത്ഭുതമാണ്. ഇപ്പോൾ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ കൊട്ടാരക്കര നെടുവത്തൂർ ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത യോഗത്തിൽ നിന്ന് ഒരു ലോക്കൽ സെക്രട്ടറി ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ്? നേതൃത്വത്തിനെതിരെ വിമർശനം പാടില്ല എന്ന അപ്രഖ്യാപിതമായ തീരുമാനമുണ്ടാവുകയാണ്. അപ്പൊ നേതൃത്വത്തിനെതിരെ വിമർശനം ഉണ്ടാകാൻ പാടില്ല. പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ നയിച്ചവർക്ക് പാർട്ടിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വവുമില്ല. അവരെ വിമർശിക്കേണ്ട, നിങ്ങൾ വിമർശിക്കാനായിട്ടില്ല എന്ന നില സ്വീകരിക്കുകയാണെങ്കിൽ ഈ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച തിരുത്തേണ്ട തിരുത്ത് പാർട്ടി വരുത്തുമെന്ന് വലിയ വായിൽ വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞതിൽ അരക്കഴഞ്ച് ആത്മാർത്ഥതയില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അത് മാധ്യമങ്ങളോട് ആദ്യഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി എന്ന നിലയ്ക്ക് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, ഇന്ന് പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത്? ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. ഏത് പാർട്ടി എന്ന് തിരിച്ചു ചോദിക്കുക. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടത് മാധ്യമങ്ങളോട് തിരിച്ചു ചോദ്യം ചോദിക്കണം കേട്ടോ. അത് ചോദിക്കരുത് എന്നുള്ളതല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അത് ഏത് പാർട്ടി എന്നാണ് ചോദിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന്. അതായത് എല്ലാ കാലത്തും കഴിഞ്ഞ 10 വർഷവും കേട്ടതാണ്. ഇപ്പൊ കൊല്ലം സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായിട്ടില്ലേ? കൊല്ലം സമ്മേളനത്തിൽ ഈ പുതുമുഖങ്ങളെ പരീക്ഷിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പരിചയസമ്പന്നരായ മന്ത്രിമാരെ മുഴുവനും മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നു. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അതെന്തെങ്കിലും മാറ്റമുണ്ടായോ? അപ്പൊ ആ വിമർശനങ്ങൾ മുകളിലേക്ക് വരുന്നില്ല. തീരുമാനമെടുത്തത് താഴ്ഘടകങ്ങളിൽ നിന്നടക്കമുള്ള തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടല്ലാത്തത് കൊണ്ടാണ് താഴ്ഘടകങ്ങളിൽ വിമർശനം ഉണ്ടാകുന്നത്. ഈ തീരുമാനങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാ തീരുമാനങ്ങളും ഈ സഖാക്കളുടെ അഭിപ്രായം സമ്മേളനങ്ങളിലടക്കം ചോദിച്ച ഓരോ ഘടകങ്ങളിൽ നിന്നും അഭിപ്രായം സ്വീകരിച്ച് തീരുമാനിക്കുന്നു എന്നാണ് പൊതുസങ്കല്പം. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും നടക്കുന്ന സമ്മേളനങ്ങളിൽ വരുന്ന വിമർശനങ്ങളുടെ കാതൽ. അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടാ? തോറ്റതുകൊണ്ടാ. ഈ പറയുന്ന ഘടകങ്ങൾക്ക് ഞാൻ അതും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടിയുടെ ഘടകങ്ങൾക്കില്ലാത്ത എന്തു ശക്തിയാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്? തിരുത്താൻ കഴിയാത്ത എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിക്കുന്നത്? ഈ അഭിപ്രായങ്ങളൊക്കെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ട് മിണ്ടാതിരുന്ന സാധാരണ സഖാക്കളുണ്ടല്ലോ, അവരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടേതാണല്ലോ പാർട്ടി എന്നാണല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിമർശനം ഇത്രയും കാലം ഉന്നയിക്കാതിരുന്നത്? അതിനപ്പുറം ഭയക്കുന്ന ഏതു തമ്പ്രാനാണ് ഈ പാർട്ടിയിൽ വാണരുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ്. ഇപ്പൊ നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം പുറത്തു വന്നു അല്ലെ? ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണമാകും പിണറായി വിജയൻ എന്ന സഖാവ് മാത്രം. ആ പാട്ട് തിരുവനന്തപുരം സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ വന്നത്? അന്ന് ആ പാട്ട് കേട്ടിരുന്നാരാ? ഈ പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാ. അദ്ദേഹത്തിന് അത് അവിടെ തിരുത്തണമെന്ന് തോന്നാത്ത എന്തുകൊണ്ടാ? അതിന് ശേഷവും അതിൽ തിരുത്തുണ്ടാകണമെന്ന് തോന്നാത്ത എന്തുകൊണ്ടാ? അതിൽ കർശന നിർദ്ദേശം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇങ്ങനെ ഈ വ്യക്തി ആരാധന, തിരുവായിക്കെതിർവായില്ലായ്മ, തിരുത്താൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളത് ഞാൻ പറയുന്നത്. ഈ എല്ലാ നേതാക്കൾക്കും വ്യക്തിപരമായി വലിയ സവിശേഷതകളുണ്ട്. ഭരണകർത്താവ് എന്ന നിലയ്ക്ക് വലിയ സവിശേഷതകളുണ്ട്. സംഘടനാ നേതാക്കൾ എന്ന രീതിയിൽ അവരൊക്കെ ഈ കേരള രാഷ്ട്രീയത്തെ സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്നവരാണ്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നത് മറന്നുകൊണ്ട് പ്രവർത്തിച്ചുവെങ്കിൽ പിന്നീട് തിരുത്തേണ്ടത് അണികളല്ല, അതിൽ കൃത്യമായി നേതാക്കൾ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് കൊടുത്തിരിക്കുന്ന ചോദ്യപേപ്പറുകളുണ്ടല്ലോ, അതിൽ ഒരു ചോദ്യം ഇതാണ്: ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടോ? അതെങ്ങനെയാണ് സാധ്യമാവുക? പാർട്ടി യോഗം വിളിക്കുമ്പോൾ പാർട്ടി അനുഭാവികളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അവർ പങ്കെടുത്തേക്കും. നമ്മൾ എത്ര എണ്ണം കണ്ടിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർബന്ധിതമായി ഈ പാർട്ടി സമ്മേളനങ്ങൾക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യം?
അത് വന്നില്ലെങ്കിൽ പണി കിട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന എത്ര ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഏറ്റവും അടിസ്ഥാന ജീവിതം നയിക്കുന്ന മനുഷ്യന്മാരെ ഈ ഘടകങ്ങളിലെ പാർട്ടി നേതാക്കൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് ഒരു ഗൂഢാലോചനയാണ് എന്ന് ന്യായീകരണം ശ്രമിക്കുന്നതിനപ്പുറത്ത് അതിൽ അങ്ങനെയല്ല പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്ന് തോന്നാത്ത എന്തുകൊണ്ടാണ്? നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ തൊഴിലാളി വർഗം മുഴുവനും ഞങ്ങളുടെ തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന നില പാർട്ടി സ്വീകരിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. ആശാ വർക്കർമാരുടെ യോഗം എങ്ങനെ വിളിക്കും? അവരവിടെ 10-250 ദിവസം സമരം നടത്തിയപ്പോൾ ഈർക്കിൽ പാർട്ടിയാണെന്ന് വിളിച്ചവരാരാ? ഈ പാർട്ടിയുടെ നേതാക്കളല്ലേ? എന്നിട്ട് അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാരാ? ഈ പാർട്ടിയും അത് നയിക്കുന്ന സർക്കാരുമല്ലേ? ഏറ്റവും അവസാനം പൈസ കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. അത് പിന്നെ എങ്ങനെ, ഏത് സാങ്കേതികതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ആർക്കും മനസ്സിലായുമില്ല. അപ്പം നിങ്ങൾക്കിത് സാധിക്കുമായിരുന്നു, എന്നിട്ട് നിങ്ങൾ ഇത് നടത്തിയില്ല എന്നുള്ളതായിരുന്നു അപ്പോഴും ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇനി ഈ ചോദ്യങ്ങളുടെ മുന്നേ എന്താ? സംഘടനാ വീഴ്ച വന്നിട്ടുണ്ടോ അടിത്തട്ടിൽ എന്നുള്ളതാണ്. അപ്പോഴും അടിത്തട്ടിൽ സംഘടനാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? താഴെത്തട്ടിൽ പ്രചാരണം നടത്തിയിട്ടില്ലേ? വികസന നേട്ടങ്ങൾ എത്തിച്ചില്ലേ എന്നാ ചോദിക്കുന്നത്. വികസന നേട്ടങ്ങളടക്കം ജനങ്ങളിൽ എത്തിക്കാൻ കോടതിയിലടക്കം പോയി അനുമതി വാങ്ങിയതല്ലേ? എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് വികസന നേട്ടങ്ങൾ അടിത്തട്ടിലേക്ക് പോകാത്തത് കൊണ്ടാണ് വീഴ്ച വന്നത് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിലാകെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പാലക്കാട് ഈ തിരുത്തുണ്ടാകണമെന്ന് പാർട്ടി സെക്രട്ടറി വന്ന് പറഞ്ഞതിന് ശേഷമല്ലേ പാലക്കാട് തരം താഴ്ത്തലുണ്ടായത്? അവിടെ ഒരു കൂട്ടരാജി ഉണ്ടായില്ലേ? അപ്പോൾ ഭയരഹിതമായ അഭിപ്രായം പറയണമെന്ന് പറയുകയും സമാന്തരമായി നടപടിയെടുക്കുകയും ചെയ്യുന്ന സംവിധാനം എങ്ങനെയാണ് പാർട്ടിയിൽ ഉണ്ടാകുന്നത്? ഇതിൽ ഒരു നില സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി സ്വീകരിക്കണം, അത് തിരുത്തലോടുകൂടി വേണമെന്ന് സ്വീകരിക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണ്, ഞങ്ങൾ തിരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. കണ്ണിൽ പൊടിയിടുന്ന നടപടി കൊണ്ട് ഈ പാർട്ടി പറയുന്നതിനനുസരിച്ച് നടന്ന അണികൾ തിരുത്തിയാൽ പാർട്ടി നന്നാകും എന്ന നിലയ്ക്ക് തീരുമാനിക്കുകയാണെങ്കിൽ അണികളുടെ തിരുത്താണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. Meet the editors.